ആൽഫബറ്റ് റീഡിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് ബാക്കി 3 ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കണ്ടോളൂ കേട്ടോ. ബാക്കി ആൽഫബറ്റ്സിൻ്റെ ഇത് സ്പെസിഫിക്കലി TUVWXYZ ഈ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം തുടങ്ങുന്നതെങ്കിൽ അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് ഇതൊക്കെയാണ്. നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണെന്ന്. 2 of Wands, Ace of Pentacles, Fool, 9 of Swords, 8 of Cups, Knight of Pentacles, 6 of Cups. ഓക്കെ, ഇവിടെ കൂടുതലായും ലോങ് ഡിസ്റ്റൻസ് കാണുന്നു. ജോലി സംബന്ധമായിട്ടായിരിക്കാം, ലോങ് ഡിസ്റ്റൻസിലാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട് കുറേ പേർക്കെങ്കിലും കേട്ടോ. ജോലി സംബന്ധമായിട്ട് നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിരിക്കാനും സാധ്യതയുണ്ട് ഈസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പോയതിന് ശേഷം വേണ്ട രീതിയിൽ അവരിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ബോധേഡാണ് എന്ന് കാണുന്നു. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അവർ കൂടുതലായും അവരുടെ ജോലിയിലേക്ക് അല്പസ്വല്പം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ മറന്നിട്ടല്ല. 6 of Cupsൻ്റെ എനർജി വെച്ച് നിങ്ങളുടെ മെമ്മറീസ് അവരുടെ കൂടെ ഉണ്ട്. അവർ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ കുറച്ച് സ്ട്രെസ്ഡ് ആണ് എന്ന് കാണുന്നു. 9 of Swords വെച്ച് ഉറക്കമില്ലായ്മ തീർച്ചയായും ഫീൽ ചെയ്യുന്നുണ്ട്. ജോലി സ്ട്രെസ്സ് കാരണമാണ് എനിക്ക് കൂടുതലായിട്ടും അവിടെ കാണുന്നില്ല. നിങ്ങളെ മറന്നിട്ടല്ല. ഓക്കെ, അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ കാര്യങ്ങൾ എല്ലാം ഒന്ന് സെറ്റിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് അവർക്ക് തിരിച്ച് പൂർവാധികം ശക്തിയോടെ തിരിച്ച് വരാൻ സാധിക്കുള്ളൂ. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ജോലിയിൽ ഉള്ള പ്രശ്നങ്ങളൊന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം. അന്നേരം മാത്രമേ ഇവർക്ക് ഇത്തിരി സമാധാനമായിട്ട് നിങ്ങളോട് സംസാരിക്കാനും എല്ലാം സാധിക്കുകയുള്ളൂ എന്നവർ ചിന്തിക്കുകയാണ് കേട്ടോ. ഒരു ആസ് ഇറ്റ് ഈസ് ഒരു എന്താ പറയുക, ഒരു ഫൈനാൻഷ്യൽ ജഗ്ലിംഗ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ ജോലിയിൽ എങ്ങനെയെങ്കിലും സെറ്റിൽ ആവുക എന്നുള്ള കാര്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ശരിയായി അവർ സാമ്പത്തികമായിട്ട് ഒരു സ്റ്റെബിലിറ്റിയിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, അതുവരെ ഇൻ കോണ്ടാക്റ്റിലിരിക്കാം, മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കാം, സംസാരിച്ചുകൊണ്ടിരിക്കാം, ചാറ്റ് ചെയ്യാം, അങ്ങനെ മുന്നോട്ട് പോകട്ടെ. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഇത്രയും കൂടി സമയം എടുക്കും എന്നർത്ഥം. മനസ്സിലായോ? ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും കിട്ടണമെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഒരു സ്റ്റെബിലിറ്റിയിലാവണം. ആയതിനു ശേഷം മാത്രമേ നിങ്ങളെയും കൂടി സംരക്ഷിക്കാനുള്ളൊരു എന്താ പറയുക പ്രാപ്തി അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അവർ വിചാരിക്കുന്നത് അതുവരെ നമുക്കിങ്ങനെ ഓൺലൈൻ ചാറ്റ് ചെയ്ത് സംസാരിച്ച് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാം, അതുവരെയും ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സ്നേഹം ഇല്ലേ ചോദിച്ചാൽ സ്നേഹമുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് സമയം കൊടുക്കൂ എന്നാണ് അവർ പറയുന്നത്.